ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ ക്രോസ് കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലായ ഹോഫ്സ്റ്റീഡ് മോഡലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്രോസ് കൾച്ചർ ഡിഫറൻസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ മോഡലുകളിൽ ഒന്നാണ് ഹോഫ്സ്റ്റീഡ് മോഡൽ. ആദ്യമായിട്ട് ഹോഫ്സ്റ്റീഡ് മോഡലിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കൾച്ചർ എന്നുള്ള കോൺസെപ്റ്റും ക്രോസ് കൾച്ചർ എന്നുള്ള കോൺസെപ്റ്റും എന്താണെന്നുള്ളത് ബ്രീഫ്ലി നോക്കാം. അപ്പം കൾച്ചറിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ഈ രീതി പറയാം: എ പാറ്റേൺഡ് വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് റിയാക്ടിങ് ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ എ പർട്ടിക്കുലർ ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ, പ്രൊഫഷൻ, സബ് ഗ്രൂപ്പ്, സൊസൈറ്റി, നാഷൻ ആൻഡ് ഗ്രൂപ്പ് ഓഫ് നാഷൻ. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ വേ ഓഫ് തിങ്കിങ് ആണ്. അപ്പോൾ ഒരാൾ ചിന്തിക്കുന്ന രീതി, പെരുമാറുന്ന രീതി, അതിനാണ് ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആ അർത്ഥത്തിൽ അത് ഒരു നാഷണാലിറ്റിക്ക് ഒരു കൾച്ചർ ഉണ്ട്, ഒരു രാജ്യത്തിനൊരു കൾച്ചർ ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു കൾച്ചർ ഉണ്ടാകാം, കൾച്ചർ തന്നെ പല സബ് ഗ്രൂപ്പുകൾ ഉണ്ടാകും, രാജ്യത്തിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് കൾച്ചറുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ എന്ന വലിയ രാജ്യം എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ നമുക്ക് ഓരോ സ്റ്റേറ്റിലുമുള്ള ഡിഫറെൻറ്റ് കൾച്ചറുകൾ കാണാൻ പറ്റും, സബ് കൾച്ചർ എന്ന അർത്ഥത്തിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റേറ്റിനുള്ളിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള വീണ്ടും ചെറിയ ചെറിയ സബ് കൾച്ചറുകൾ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ അർത്ഥത്തിലാണ് കൾച്ചർ എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാറ്റേൺ വേ ഓഫ് തിങ്കിങ് പലതരത്തിലാണ്. അതിന് കൾച്ചറിന് രണ്ട് തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ആസ്പെക്ട്സുകളുണ്ട്. ടാഞ്ചിബിൾ ആസ്പെക്ട്സ് ഓഫ് കൾച്ചറുണ്ട്, ഇൻടാഞ്ചിബിൾ ആസ്പെക്ട്സ് ഉണ്ട് കൾച്ചറുണ്ട്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്കിന്റെ അർത്ഥം പറയുന്ന പോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, സ്പർശിക്കാൻ പറ്റുന്ന എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ നേരിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫുഡ്, ഡ്രസ്സ്, ആർട്ട് ഫോംസ്, ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊരു ഷേപ്പും ഫോമും ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ടാഞ്ചിബിൾ എന്ന മീനിങ് ഓഫ് കൾച്ചർ, ടാഞ്ചിബിൾ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. ഇതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ഉണ്ട്. നമുക്ക് അത്ര വിസിബിൾ അല്ലാത്ത, മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത, നമുക്ക് നേരിട്ട് ഒന്ന് ടച്ച് ചെയ്യാനോ അങ്ങനെ ഒന്നൊരു ടച്ച് ചെയ്ത് നോക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഇൻടാഞ്ചിബിൾ എലമെന്റുകൾ. ഇൻടാഞ്ചിബിൾ എലമെന്റുകൾ എന്ന് പറയുമ്പോൾ ബിലീഫ്, വിശ്വാസങ്ങൾ, ചില ആറ്റിറ്റ്യൂഡ്, നോംസുകളും. അപ്പോൾ അതിനങ്ങനെ ഷേപ്പും ഫോമും ഒന്നുമില്ല, അത് ഇങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു അങ്ങനെയുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ, രീതികളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ ആസ്പെക്ട്സ് കൊണ്ട് ടാഞ്ചിബിൾ ആസ്പെക്ട്സ് ഉണ്ട് കൾച്ചർ. അപ്പോൾ ക്രോസ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായ കൾച്ചറിലെ ആളുകൾ ഒരുമിച്ച് വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ക്രോസ് കൾച്ചർ അവയർനെസ് ഉണ്ടായിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഹോഫ്സ്റ്റീഡ് മോഡലിലേക്ക് കടക്കാം. അപ്പം ഹോഫ്സ്റ്റീഡ് മോഡൽ പോലെ തന്നെ ട്രോംബസ് മോഡൽ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഹോഫ്സ്റ്റീഡും ഫോൺസ് ടോംബറാസ് ആണ്, ഇവർ രണ്ടുപേരാണ് ഈ ക്രോസ് കൾച്ചർ സ്റ്റഡീസ് ഒരുപാട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ക്രോസ് കൾച്ചറൽ ഡിഫറൻസുകൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു ഡിഫറൻസുകൾ, ആളുകളുടെ കൾച്ചറിലുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം കൾച്ചറിലുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതികൾ, ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന രീതികളിലൊക്കെ പലപ്പോഴും പല ചലഞ്ചസ് അല്ല വെല്ലുവിളികൾ നമ്മൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആളുകളുടെ ഡിഫറൻസുകൾ, എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ പെരുമാറുന്നു, അവരെങ്ങനെയാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത്, അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ക്രോസ് കൾച്ചറൽ ഡയമെൻഷനിലെ അവയർനെസ്സിലൂടെ നമുക്ക്, ക്രോസ് കൾച്ചറൽ അവയർനെസ്സിലൂടെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. നൗ ഹോഫ്സ്റ്റീഡിന്റെ മോഡലിലേക്ക് കടക്കാം. അപ്പോൾ ഹോഫ്സ്റ്റീഡിന്റെ സ്റ്റഡിയിൽ അദ്ദേഹം IBM ബേസ് ചെയ്തിട്ടുള്ള എംപ്ലോയി ഗ്രൂപ്പിനെ ഒരു പീരീഡിൽ 1967 to 73 പീരീഡിലാണ് അദ്ദേഹം സ്റ്റഡി ചെയ്ത്. ഏകദേശം 70ഓളം കൺട്രീസിനെയാണ് അദ്ദേഹം കവർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ മോഡലിനെ പറ്റി പറയുമ്പോൾ ഈ ആദ്യത്തെ 4 ഡയമെൻഷൻ, പവർ, ഡിസ്റ്റൻസ്, ഇൻഡിവിജ്വലിസം, മസ്കുലിനിറ്റി, ആൻസൈറ്റി, അവോയ്ഡൻസ്, ഇതാണ് ഇനീഷ്യലി അദ്ദേഹം പ്രൊപ്പോസ് ചെയ്ത മോഡല്. പിന്നെ ലോങ് ടൈം ഓറിയന്റേഷൻ എന്ന് പറയുന്ന 5ാമത്തെ ഡയമെൻഷൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ മിഷേൽ ബോണ്ട്, കനേഡിയൻ സ്കോളറാണ്, അദ്ദേഹവുമായിട്ട് ചേർന്ന് അദ്ദേഹം ആഡ് ചെയ്ത മോഡലാണ് 5ാമത്തെ മോഡലായ ലോങ് ടൈം ഓറിയന്റേഷൻ. പിന്നീട് ആഡ് ചെയ്യപ്പെട്ടാണ്. ഇതിന് തുടർന്നായിട്ട് 6ാമതൊരു മോഡൽ, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഒക്കെ പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ഒരു 6ാമതൊരു മോഡലും കൂടെയുണ്ട്, 6ാമതൊരു ഡയമെൻഷൻസും കൂടെയുണ്ട്. അപ്പോൾ ഈ ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഡയമെൻഷൻ എന്നുള്ള ബേസിക്കലി പറയുമ്പോൾ ക്രോസ് കൾച്ചർ ഡിഫറൻസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, കൾച്ചറിലുള്ള വ്യത്യാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേരിയബിൾസുകൾ അല്ലെങ്കിൽ ഡയമെൻഷൻസിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ തലത്തിലൊക്കെ കൾച്ചർ വേരി ചെയ്യുന്നു. ഒന്നാമത്തെ ഡയമെൻഷനാണ് പവർ, ഡിസ്റ്റൻസ്. 2 ഇൻഡിവിജ്വലിസം, മസ്കുലിനിറ്റി, ആൻസൈറ്റി, അവോയ്ഡൻസ്, ലോങ് ടൈം ഓറിയന്റേഷൻ. നമുക്ക് ഓരോരോ ഡയമെൻഷൻസ് ആയിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഡയമെൻഷൻ പവർ ഡിസ്റ്റൻസ് ആണ്. ഡെഫിനിഷൻ ശ്രദ്ധിക്കാൻ: ഡിഗ്രി ടു വിച്ച് ലെസ് പവർഫുൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി അക്സെപ്റ്റ് ആൻഡ് എക്സ്പെക്ട് ദാറ്റ് പവർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അൺഈക്വൽ. അല്ലെ, പവർ ഡിസ്ട്രിബ്യൂഷൻ, അവിടുത്തെ പവർ ഡിസ്ട്രിബ്യൂഷൻ അൺഈക്വൽ ആണ് എന്ന് അവിടുത്തെ ആളുകൾ എത്രത്തോളം അംഗീകരിക്കുന്നു, എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് പവർ ഡിസ്റ്റൻസ്.
അപ്പോൾ ഇതിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഒരു ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ ഡിഗ്രി ടു വിച്ച് പീപ്പിൾ ഇൻ എ സൊസൈറ്റി അക്സെപ്റ്റ് ഇൻഈക്വാലിറ്റി. അപ്പോൾ ഈ ഒരു വാക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അക്സെപ്റ്റൻസ് ഓൺ ഇൻഈക്വാലിറ്റി. അതായത് ഇനീക്വാലിറ്റിയോടുള്ള അക്സെപ്റ്റൻസിനെയാണ് പവർ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എങ്ങനെ ആളുകൾ പവറിനെ പെർസീവ് ചെയ്യുന്നു, പവർ അല്ലെങ്കിൽ അധികാരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പവർ ഡിസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇവിടെ പവർ ഡിസ്റ്റൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കൾച്ചറിലെ വ്യക്തികൾ പവർ ഡിസ്റ്റൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ വ്യക്തികൾ ഇനീക്വാലിറ്റിയെ കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരുപക്ഷെ കൂടുതലായിട്ട് ഇനീക്വാലിറ്റി ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് പവർ ഡിസ്റ്റൻസ് കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഇനീക്വാലിറ്റിയുടെ അക്സെപ്റ്റൻസ് വളരെ കുറവാണ്, അവിടെ ആൾക്കാർ കൂടുതൽ ഇക്വാലിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ലോവർ പവർ ഡിസ്റ്റൻസ് കൾച്ചറിൽ സബോർഡിനേറ്റ്സ് കുറച്ചുകൂടെ ഇക്വാലിറ്റി പ്രതീക്ഷിക്കുന്നു. ഹൈ പവർ ഡിസ്റ്റൻസ് ഉള്ളൊരു വർക്ക് പ്ലേസിൽ അവിടെ അത്രയും ഇക്വാലിറ്റി പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾ അവിടെ ഒരു ഹൈറാർക്കിയൽ ഡിഫറൻസ് അല്ലെങ്കിൽ പവർ ബേസ്ഡ് ഓൺ ഹൈറാർക്കിയെ അക്സെപ്റ്റ് ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇനീക്വാലിറ്റി പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇക്വാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇക്വാലിറ്റി പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എക്സാമ്പിൾ നോക്കണമെങ്കിൽ പവർ ഡിസ്റ്റൻസ് വളരെ കൂടുതലുള്ള രാജ്യം മലേഷ്യ, ഫിലിപ്പീൻസ്, മെക്സിക്കോ ഒക്കെ പവർ ഡിസ്റ്റൻസ് കൂടുതലുള്ള രാജ്യങ്ങളാണ്. ഇവിടെ ഇന്ത്യ പോലും പവർ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ കൾച്ചറിലെ ആളുകൾ പവർ ഡിസ്റ്റൻസ് ഇനീക്വാലിറ്റിയോട് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ട്, അവിടെ അവർ അത്രയും ഈക്വാലിറ്റി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ മീനിങ്. ഇനി ലോ പവർ ഡിസ്റ്റൻസിലേക്ക് വരുമ്പോൾ അവിടെ ആൾക്കാർ ഇനീക്വാലിറ്റിയോട് ഒട്ടും അവർക്ക് താല്പര്യമില്ല എന്ന് വെച്ചാൽ അവർ കൂടുതൽ ഇക്വാലിറ്റി പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയ, ഡെൻമാർക്ക് ഇങ്ങനെ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ അവിടുത്തെ വ്യക്തികൾ കൂടുതൽ ഇക്വാലിറ്റി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിലും ജനറലി ഒരു നാഷണൽ ലെവലിലുള്ള കോണ്ടെക്സ്റ്റിലും നമുക്കിതിനെ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഡയമെൻഷൻ പവർ ഡിസ്റ്റൻസ്. പറഞ്ഞു കഴിഞ്ഞു ഡിഗ്രി ടു വിച്ച് പീപ്പിൾ ഇൻ എ സൊസൈറ്റി അക്സെപ്റ്റ് ഇൻഈക്വാലിറ്റി. അപ്പം ഈ അക്സെപ്റ്റൻസ് ഓൺ ഇൻഈക്വാലിറ്റി എന്നുള്ളതാണ് പവർ ഡിസ്റ്റൻസ് എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ഡയമെൻഷൻ ഇൻഡിവിജ്വലിസമാണ്. ഇൻഡിവിജ്വലിസം അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഒപ്പമുള്ള വാക്കാണ് കളക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഇൻഡിവിജ്വലിസം, ഹൈ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം ലോ ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ കളക്ടിവിസമായിട്ട് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക. അതാണ് ഇൻഡിവിജ്വലിസവും കളക്ടിവിസം ഓപ്പോസിറ്റ് ടേംസ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വ്യക്തികൾ ഇൻഡിവിജ്വൽ ഹാസ് ടു ടേക്ക് കെയർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഇമ്മീഡിയറ്റ് ഫാമിലി ഓൺലി. അവരെത്രത്തോളം അവരുടെ സോഷ്യൽ സർക്കിളിൽ കൺസേൺ ആണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇപ്പോൾ ഇൻഡിവിജ്വൽസ് കൾച്ചറിലെ ആളുകൾ അവരവരുടെ സ്വന്തം കാര്യം, അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയുടെ കാര്യം മാത്രമേ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യത്തുള്ളൂ. അതാണ് ഇൻഡിവിജ്വൽസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. പക്ഷേ കളക്റ്റീവ്സ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യം, ഇമ്മീഡിയറ്റ് ഫാമിലിയും കുറച്ച് റിലേറ്റീവ്സും സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ കാര്യത്തിലും കൂടെ ഒരു കൺസേൺ ആണ്. അപ്പോൾ അവർ സൊസൈറ്റിയിലെ മറ്റ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിലും കൂടെ അവർ അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ സൊസൈറ്റിയുടെ നോംസ് അനുസരിച്ചൊക്കെ അവർ പ്രവർത്തിക്കാനായിട്ട് അവർ വില്ലിങ് ആണ് എന്നുള്ളതൊക്കെയാണ് കളക്റ്റീവ്സ് കൾച്ചറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് കളക്റ്റീവിസം, ഇൻഡിവിജ്വലിസം. അപ്പം ഹൈലി കളക്റ്റീവ് കൾച്ചർ ആണെങ്കിൽ അവരൊരു ഗ്രൂപ്പിന് എത്രത്തോളം അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സൊസൈറ്റിയുടെ നോംസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെ സൊസൈറ്റിയുടെ റോളുകൾ അല്ലെ സൊസൈറ്റിയുടെ ഐഡന്റിറ്റിയാണ് അവരുടെ ഐഡന്റിറ്റി ആയിട്ട് കളക്റ്റീവ്സ് കൾച്ചറിലൊക്കെ ആൾക്കാർ കാണുന്നത്. അപ്പം ഇതാണ് കളക്റ്റീവിസം ഇൻഡിവിജ്വലിസവും തമ്മിലുള്ള ഒരു മേജറായിട്ട് ഡിഫറൻസ്. അപ്പം പുറത്തുള്ള പല രാജ്യങ്ങളും, നോർത്ത് അമേരിക്ക, UK, ഓസ്ട്രേലിയ രാജ്യങ്ങളൊക്കെ ഹൈലി ഇൻഡിവിജ്വലിസ്റ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ കൂടുതലായിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങളും അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയുടെ കാര്യങ്ങളെ പറ്റി മാത്രമേ കൺസേൺ ആകത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയൊക്കെ ഒരു മീഡിയം ലെവൽ ഇൻഡിവിജ്വലിസവും കളക്റ്റീവ്സും ഒക്കെ കാണിക്കുന്ന കൾച്ചറാണ്. അപ്പോൾ നമ്മൾ ഈ സ്വന്തം കാര്യം മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫാമിലി, നമുക്ക് കുറച്ച് ലാർജർ ഫാമിലി സർക്കിൾ, കസിൻ്റെ കസിൻ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ്, അങ്ങനത്തെ കുറേയധികം കണക്ഷൻസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. ഫാമിലി സർക്കിൾ, ഫാമിലി ട്രീ ഒക്കെ നമ്മൾ വലിയ ഇതിലൊക്കെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് കാരണം നമ്മൾ കുറച്ചുകൂടെ അത്ര ഇൻഡിവിജ്വലിസ്റ്റ് കൾച്ചർ അല്ല, നമ്മുടെ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി വളരെ ലോ ഇൻഡിവിജ്വലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ കളക്റ്റീവ്സ് ആയിട്ടുള്ള കൾച്ചറുള്ള ആൾക്കാരുമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഇന്തോനേഷ്യ, ഗോട്ടിമാല, ഇക്വഡോർ ഒക്കെ ഹൈലി കളക്റ്റീവ്സ്റ്റ് കൺട്രിയാണ്. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിസം വളരെ കുറച്ചുള്ള ആൾക്കാർ. അത് അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഐഡന്റിറ്റി, ഒരു ലാർജർ ഗ്രൂപ്പിനെ പറ്റി അവരെപ്പോഴും കൺസേൺ ആകുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈലുകളും ഇവിടെ ചെറുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ കോണ്ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും ലോ കോണ്ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും. ഈ ഇൻഡിവിജ്വലിസം കൂടുതലുള്ള കൾച്ചറുള്ള ആളുകളൊക്കെ തന്നെ ഒരു പരിധി വരെ ലോ കോണ്ടെക്സ്റ്റ് കാര്യങ്ങൾ ഡയറക്റ്റ് സംസാരിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. ലോ ഇൻഡിവിജ്വലിസം
കളക്ടീവ്സ് ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ, എസ്പെഷ്യലി ഇന്ത്യയും അങ്ങനത്തെ രാജ്യങ്ങളിലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ ഒരു ഹൈ കോണ്ടെക്സ്റ്റ് കാര്യങ്ങൾ ഇൻഡയറക്ട്ലി സംസാരിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ആണെന്നുകൂടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഓർത്തിരിക്കാം. അടുത്തൊരു മൂന്നാമത്തെ ടേം മസ്കുലിൻ വേഴ്സസ് ഫെമിനിറ്റി എന്നാണ്. മസ്കുലിനിറ്റി വേഴ്സസ് ഫെമിനിറ്റി എന്നുള്ള ഇതൊരു ജെൻഡർ റോളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇമോഷണൽ റോൾസ് ബിറ്റ്വീൻ ജെൻഡേഴ്സ്. അപ്പം കൾച്ചറലി നോക്കുവാണെങ്കിൽ ചില റോളുകൾ, ചില വാല്യൂസിനെ നമ്മൾ മസ്കുലിൻ വാല്യൂസ് ആയിട്ടും ചിലതിനെ ഫെമിനിൻ വാല്യൂസുമായിട്ടും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അത് ജെൻഡർ റോളിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് മസ്കുലിൻ റോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൾച്ചറിലെ മെയിൽ മാത്രം കോമ്പറ്റീറ്റീവ് ആക്കണം എന്ന അർത്ഥത്തിലല്ല. ഒരു കൾച്ചറിലുള്ള വ്യക്തികൾ കോമ്പറ്റീറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിലും ഫീമെയിലും ആ കൾച്ചറിലുള്ള എല്ലാ വ്യക്തികളും ആ കോമ്പറ്റീവ്നെസ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ മസ്കുലിയൻ റോളുകളുണ്ട്, ഫെമിനിയൻ റോളുകളുണ്ട്. അപ്പം മസ്കുലിയൻ കൾച്ചറൽ റോൾസിന് എക്സാമ്പിൾസ് ആണ് കോമ്പറ്റീറ്റീവ്നെസ്, അഗ്രഷൻ, അസേർട്ടീവ്നെസ്, മെറ്റീരിയലിസ്റ്റിക്, അംബീഷൻ, പവർ എന്നുള്ള കാര്യങ്ങളൊക്കെ മസ്കുലിയൻ റോളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഫെമിനിയൻ റോളായിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ്, കോർപ്പറേഷൻ, മോഡസ്റ്റി, കെയറിങ്, ഇതൊക്കെ ഒരു ഫെമിനിയൻ റോളുകളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ചില കൾച്ചറിലെ ആൾക്കാരും ഈ മസ്കുലിയൻ റോളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ചില കൾച്ചറിലെ ആളുകൾ ഈ ഫെമിനിയൻ റോൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് മസ്കുലിയൻ വേഴ്സസ് ഫെമിനിയൻ എന്നുള്ള രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ ഒരു എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മസ്കുലിയൻ കൾച്ചറിലുള്ള വ്യക്തികൾ, ഇപ്പം കുട്ടികളുടെ ഒരു എക്സാമ്പിൾ നല്ലതാണ്. അപ്പോൾ ഇവിടെ മസ്കുലിയൻ കൾച്ചറിലുള്ള കുട്ടികളിൽ, ചെറിയ കുട്ടികളിലൊക്കെ തന്നെ ടീനേജേഴ്സ് ഒക്കെ തന്നെ അവരുടെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു മസ്കുലിയൻ വാല്യൂസ് ഫോളോ ചെയ്യുന്ന ചില സൂപ്പർ ഹീറോസ് ആണ്. ഇപ്പോൾ റാംബോയ്, സൂപ്പർമാനൊക്കെ ഒരു മസ്കുലിയൻ അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ചില സൂപ്പർ ഹീറോസ് ഒക്കെയാണ്. അപ്പം മസ്കുലിയൻ കൾച്ചറിൽ വരുന്ന അല്ലെങ്കിൽ ആ കൾച്ചറിലൂടെ വളർന്നു വരുന്ന ആ കൾച്ചറിലുള്ള കുട്ടികളൊക്കെ റോൾ മോഡൽസ് ഇങ്ങനെ ചില സൂപ്പർ ഹീറോസ് ഒക്കെ ആയിരിക്കും. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, വളരെ അഗ്രഷൻ ഷോ കാണിക്കുന്ന അങ്ങനെ സൂപ്പർ ഹീറോസ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക. പക്ഷെ ഫെമിനിയൻ കൾച്ചറിലെ ആൾക്കാർ കൂടുതൽ ഒരു കോർപ്പറേഷൻ, മോഡസ്റ്റി, ക്വാളിറ്റി ഓഫ് ലൈഫ്, എമ്പതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റാസ്മസ് ക്ലംബൊക്കെ പോലത്തെയുള്ള ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില നെതർലാൻഡ്സിലേക്ക് കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ കുട്ടികളുടെ ഇടയിലേക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ എമ്പതറ്റിക് ആയിട്ടുള്ള, ആളുകളെയൊക്കെ വിസിറ്റ് ചെയ്ത് വളരെ ജോയ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു സിമ്പിൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, എമ്പതി, ഇങ്ങനത്തെ ചില സോഫ്റ്റ് എലമെന്റുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമ്പറ്റീറ്റീവ്, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഫെമിനിയൻ കൾച്ചറിലുള്ള കുട്ടികളൊക്കെ തന്നെ ഈ ഒരു ആ കൾച്ചറിലെ കുട്ടികളുടെയൊക്കെ റോൾ മോഡൽ ഇങ്ങനത്തെ ഒരു കാർട്ടൂണൊക്കെ ആകാനായിട്ടുള്ള ഒരു കാരണം അവിടുത്തെ ഈ ഒരു ഓറിയന്റേഷനാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നു, അവിടുത്തെ ബോയ് ഗേൾ എന്നൊരു വ്യത്യാസം ഇല്ലാതെ അവർ ഒരുപക്ഷെ ഫോളോ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടേഴ്സിനെ ആയിരിക്കും. അതുപോലെ തന്നെ മസ്കുലിൻ കൾച്ചറിൽ ബോയ് ഗേൾ എന്നൊരു വ്യത്യാസം ഇല്ലാതെ അവിടുത്തെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന അവിടുത്തെ ഒരു സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ റാംബോയ്, സൂപ്പർമാൻ, ഇങ്ങനത്തെ സൂപ്പർ ഹീറോസിനെ ആകാം. ഇതാണ് മസ്കുലിൻ, ഫെമിനിൻ എന്ന് പറയുന്ന ഡയമെൻഷൻ. ആൻഡ് ദ ഫോർത്ത് ഡയമെൻഷൻ ഈസ് അൺസർട്ടനിറ്റി അവോയ്ഡൻസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, ടെൻഡൻസി ടു അവോയ്ഡ് അൺസർട്ടനിറ്റീസ്. അതായത് അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ ആംബിഗ്വിറ്റീസ് എത്രത്തോളം ഒരു കൾച്ചറിലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ്. അതായത് അൺകംഫർട്ടബിൾ, ഹൗ മച്ച് പീപ്പിൾ ആർ ഫീലിംഗ് അൺകംഫർട്ടബിൾ വിത്ത് അൺസർട്ടനിറ്റീസ്. അപ്പോൾ അൺസർട്ടനിറ്റിയുടെ എത്രത്തോളം ആൾക്കാർ അൺകംഫർട്ടബിൾ ആകുന്നു, അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ ചേഞ്ചസ് ആൾക്കാരെ എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ എത്രത്തോളം അതിൽ അൺകംഫർട്ടബിൾ ആകുന്നു എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് അൺസർട്ടനിറ്റി അവോയ്ഡൻസ്. അപ്പോൾ ലാർജ് അൺസർട്ടനിറ്റി അവോയ്ഡൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ കൾച്ചറിലെ ആളുകൾക്ക് അൺസർട്ടനിറ്റി അത്രത്തോളം താല്പര്യമില്ല, അല്ലെങ്കിൽ ചേഞ്ചസ് അവർക്ക് അത്ര താല്പര്യമില്ല, ആംബിഗ്വിറ്റിയോട് അവർ വളരെ അപ്സെറ്റ് ആകുന്നു, ആംബിഗ്വിറ്റി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി അവർക്ക് തീരെ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവിടെ അൺസർട്ടനിറ്റിയോട് അവർ അത്രയും അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അൺസർട്ടനിറ്റിയോട് അവർ എത്രത്തോളം അൺകംഫർട്ടബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള അതിൻ്റെ മീനിങ്. കാരണം അവർക്ക് ഈ ചേഞ്ചസ് ഒന്നും അത്രയും ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത ആൾക്കാരാണ്, റിസ്ക് ഒന്നും എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. ഇനി ലോ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ആണെങ്കിൽ അവർക്ക് അത്രയും അൺകംഫർട്ടബിൾ അല്ല, അവർക്ക് അൺസർട്ടനിറ്റി അത്ര പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ റിസ്ക് അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ചേഞ്ചസും ആംബിഗ്വിറ്റിയും
അങ്ങനത്തെ അൺസർട്ടൻ സിറ്റുവേഷനൊക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള, അപ്പോൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ജീവിക്കണമെന്ന് നിർബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മേജറായിട്ട് ഡിഫറൻസ്. അഗെയിൻ ഈ എക്സാമ്പിൾസും ഒന്ന് ഇവിടുത്തെ ശ്രദ്ധിക്കുക. ഈ ഒരു ടേമും കൂടെ, ഈ ഒരു അപ്രോച്ചും കൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസിനകത്ത് ഇതിനെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹൈ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ഉണ്ടെങ്കിൽ, ഹൈ അൺസർട്ടനിറ്റി അവോയ്ഡൻസിൽ ആൾക്കാർ വിശ്വസിക്കുന്നത് വാട്ട് ഈസ് ഡിഫറെൻറ്റ് ഈസ് ഡേഞ്ചർ. അപ്പോൾ അവർക്ക് ഡിഫറൻ്റ് ആയ കാര്യങ്ങൾ അവർക്ക് വല്ല താല്പര്യമൊന്നുമില്ല. പക്ഷേ അതേസമയം ലോ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ഉള്ള കൾച്ചറിലെ ആൾക്കാർക്ക് ഡിഫറൻ്റ് ആയ കാര്യത്തെ അവരൊരു ദാറ്റ് ഈസ് യുണീക്ക്, അല്ലെ വാട്ട് ഈസ് ഡിഫറെൻറ്റ് ഈസ് ക്യൂരിയസ്. അപ്പോൾ അത് കൊള്ളാം, അപ്പോൾ ഡിഫറൻ്റ് ആയ ഒരു കാര്യമൊന്നും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ കാണുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് കൂടുതലാണെങ്കിൽ അവർക്ക് റിസ്ക് എടുക്കുന്നത് ഇഷ്ടമല്ല, അവർക്ക് ആംബിഗ്വിറ്റി ഇഷ്ടമല്ല, അൺസർട്ടനിറ്റി ഇഷ്ടമല്ല, എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനാണ് അൺസർട്ടനിറ്റി അവോയ്ഡൻസ് കൂടുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. ലോ അൺസർട്ടനിറ്റി അവോയ്ഡൻസിലെ ആളുകൾ കൂടുതലായിട്ട് റിസ്ക് ഇഷ്ടമാണ്, അവർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതൊക്കെ ഇഷ്ടമാണ്, അവർ ചേഞ്ചസിനോടൊക്കെ ഓക്കെയാണ്. ഇതൊക്കെയാണ് ലോ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ആളുടെ കൾച്ചറിലുണ്ടാവുക. Again, the fifth dimension of Hofstede is long term and short term orientation ആണ്. ഈ ഷോർട്ട് ടൈം ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അവർ ട്രഡീഷനോടൊക്കെ ഗ്രേറ്റ് റെസ്പെക്റ്റ് ഉള്ള ഒരു കൾച്ചറുള്ള ആൾക്കാരാണ്. അവർ എപ്പോഴും ക്വിക്ക് റിസൾട്ടിനെയാണ് അവരെപ്പോഴും നോക്കുന്നത്. ക്വിക്ക് റിസൾട്ട് ഷോർട്ട് റിസൾട്ടിൽ വളരെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ലോങ് ടൈം ഓറിയന്റേഷനുള്ള ആൾക്കാർ അവർ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ്. എബിലിറ്റി ടു അഡാപ്റ്റ് ട്രഡീഷൻസ് ഒക്കെയാണ്. എഗെയിൻ ഇതിൽ ഷോർട്ട് ടൈം ഓറിയന്റേഷൻ, ലോങ് ടൈം ഓറിയന്റേഷൻ ഏറ്റവും നല്ല എക്സാമ്പിൾ, അപ്പം നമ്മളൊരു ക്വാർട്ടർലി അനാലിസിസ് Q1, Q2, Q3 അനാലിസിസ് ഒക്കെ പറയുമ്പോൾ, അതായത് ഓരോ ഫിനാൻഷ്യൽ ഇയറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ക്വാർട്ടറിലും അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് ഷോർട്ട് ടൈം ഓറിയന്റേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ യു എസ് ബേസ്ഡ് കമ്പനികൾ, ബ്രിട്ടീഷ് ബേസ്ഡ് കമ്പനികളൊക്കെ തന്നെ അവരൊരു ഷോർട്ട് ടൈം ഓറിയന്റേഷൻ ഉള്ളതുകൊണ്ടാണ് അവർ ഓരോ ക്വാർട്ടറിലും, ഫിനാൻഷ്യൽ ഇയറിലെ ഓരോ ക്വാർട്ടറിലും ഉള്ള റിസൾട്ടിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Q1, Q2, Q3, Q4. അപ്പോൾ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ചില കമ്പനികളിലൊക്കെ ഓരോ ക്വാർട്ടറിലെ റിസൾട്ടൊക്കെ നോക്കി, പെർഫോമൻസ് ഒക്കെ നോക്കി ചിലപ്പോൾ എംപ്ലോയീസിനെയൊക്കെ ഹയർ ചെയ്യുകയും ഫയർ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അത് ഒരു 3 മാസം എന്ന് പറയുന്ന ഷോർട്ട് ടൈമിന്, അല്ലെങ്കിൽ ആ ക്വാർട്ടർലി റിസൾട്ടിന് അവർ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളൊരു കാരണം അവരുടെ ഈ ഷോർട്ട് ടൈം ഓറിയന്റേഷനാണ്. US, UK എന്നുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു ഷോർട്ട് ടൈം ഓറിയന്റേഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അഗൈൻ ചൈന പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഒരു ലോങ് ടൈം ഓറിയന്റേഷനാണ് ഫോളോ ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് ഹോഫ്സ്റ്റീഡ് ഇനീഷ്യലി ഉണ്ടായിരുന്ന 4 ഡയമെൻഷൻ അല്ല, പിന്നീട് അദ്ദേഹത്തിൻ്റെ കൊളീഗിൻ്റെ കൂടെ അദ്ദേഹം ചേർന്നുള്ള വർക്കിൽ അദ്ദേഹം ആഡ് ചേർത്ത 5ാമത്തെ മോഡലാണ്, 5ാമത്തെ ഡയമെൻഷനാണ്. അപ്പോൾ ഇത്രയുമാണ് 5 ഡയമെൻഷൻസ്. പിന്നീട് ഇതിനോട് 6ാമതായിട്ട് ഇതിനോട് ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട 6th ഡയമെൻഷനാണ് ഇൻ്റലിജൻസ്. ഒറിജിനലി ഹോസ്റ്റീഡിൻ്റെ ഡയമെൻഷനായിട്ട് കാണാൻ പറ്റത്തില്ല. ഇൻ്റലിജൻസ് കൾച്ചറുണ്ട്, റിസ്ട്രെയിൻഡ് കൾച്ചറുണ്ട്. അപ്പം കുറച്ചുകൂടെ വളരെ എക്സ്പ്രസ് ചെയ്യുന്ന കൾച്ചറിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് കൾച്ചർ എന്ന് പറയുന്നത്. അല്ല മറിച്ച് വളരെ കൺട്രോളിൽ ജീവിക്കുന്ന, ലീഷർ ആക്ടിവിറ്റീസിനൊക്കെ അത്ര താല്പര്യമില്ലാത്ത, അത്രയും സൊസൈറ്റിയിലൊക്കെ ഒരുപാട് നോംസും കൺട്രോളും ഒക്കെ ഉള്ളൊരു കൾച്ചറിനാണ് റിസ്ട്രെയിൻഡ്. അവർ അത്രയും എക്സ്പ്രസീവ് ഒന്നും ആയിരിക്കണമെന്നില്ല, അവരത്രയും ഹാപ്പിനെസ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, അല്ലെ ലീഷർ ആക്ടിവിറ്റീസിന് അവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ഫ്രീഡം ഒക്കെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു കൾച്ചറാണ് റിസ്ട്രെയിൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് കുറച്ചുകൂടെ ലീഷർ ടൈം, സ്പോർട്സ്, മറ്റ് അങ്ങനത്തെ ലീഷർ ആക്ടിവിറ്റീസിനും, അല്ലെങ്കിൽ കൂടുതൽ ഇമോഷണൽ എക്സ്പ്രഷൻസ്, ഡിസയേഴ്സ്, ഇമ്പൾസസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഫ്രീഡം ഉള്ളൊരു കൾച്ചറിനെയാണ് ഇൻ്റലിജൻസ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ വേരിയബിളാണ്. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കൾച്ചറുമുണ്ട്, എക്സ്പ്രസ് ചെയ്യാത്ത കൾച്ചറുണ്ട്. എക്സ്പ്രസ് ചെയ്യുന്ന കൾച്ചറിനെ ഇൻ്റലിജൻസ് കൾച്ചർ എന്നും, കുറച്ച് കൺട്രോളായിട്ട് മുന്നോട്ട് പോകുന്ന കൾച്ചറിനെ റിസ്ട്രെയിൻഡ് കൾച്ചർ എന്നും പറയുന്നത്. അപ്പോൾ ഇതൊരു മറ്റൊരു വേരിയബിളാണ്. എഗെയിൻ ഒറിജിനലി ഹോസ്റ്റീഡിലെ ഉള്ള ഡയമെൻഷൻ അല്ലെങ്കിൽ പോലും ഇതും ഒന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിഫറൻസുകൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എഗെയിൻ വർക്ക് പ്ലേസിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ, ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്നുള്ള വ്യക്തികൾ എന്തുകൊണ്ട് വ്യത്യസ്തരാകുന്നു, അവരുടെ രീതികൾ, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകൾ, നെഗോസിയേറ്റ് സ്റ്റൈലുകൾ, അവരുടെ ഇൻട്രാക്ഷൻസ്, പെർസെപ്ഷനൊക്കെ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൾച്ചറിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കുന്നത് ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ടും, നല്ല ടീമായിട്ട് മുന്നോട്ട് പോകാനും, ടീമിൽ കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ കൾച്ചറിൻ്റെ പേരിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കുറയ്ക്കാനായിട്ടല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും, മിസ്പെർസെപ്ഷനും, മിസ്ഇൻറ്റർപ്രിട്ടേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള ക്രോസ് കൾച്ചർ മോഡലുകളുടെ അവയർനെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.